എക്കോന്റെ കഥ എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ. പലപ്പോഴും പോയിട്ടുള്ളത് ക്യാരക്ടർ എന്താണെന്ന് പോലും അറിയാണ്ടാണ്. കാരണം നമുക്ക് ആകെ എനിക്ക് അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. നാടകം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓക്കെയാണ്. അതൊരു സാധാരണക്കാരന്റെ കല എന്നറിയപ്പെടുന്ന ഒരു മാധ്യമമാണല്ലോ. കിഷ്കിന്ധാകാന്ഡം പോലത്തെ ഒരു വലിയ പടത്തിന് ശേഷം ചെയ്യുന്ന സിനിമ. അപ്പൊ അത്രയ്ക്കും എന്റെ സൈഡിൽ നിന്നാലും ആസ് ആൻ ആക്ടർ നമ്മൾ ഭയങ്കര വിളിച്ച സമയത്താലും ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ കുഞ്ഞി ക്യാരക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് അതിൽ ഫീമെയിൽ ലീഡ്സ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഓപ്ഷൻ ചോദിക്കേണ്ടി വന്നിട്ടില്ല. നേരെ പോകുന്നു, ചെയ്യുന്നു. ഞാൻ സിനിമ പലതും ഇറങ്ങുന്ന സമയത്ത് ഉണ്ടെന്ന് പോലും പറയാറില്ല. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞാനൊന്ന് ഉറപ്പിച്ച ശേഷമാണ് ഞാൻ എക്കോല് പിന്നെ ഉറപ്പായിരുന്നു ഉണ്ടാവുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോകും. പക്ഷെ ബാക്കി പല സിനിമ റൈഫിൾ ക്ലബിലൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, കാരണം അത് ഉണ്ടാവും എന്നുള്ള പോലും ഉറപ്പില്ലായിരുന്നു. ശ്രീലക്ഷ്മി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയും. ആ ഡയലോഗ് ഇപ്പോൾ ഓർമ്മയുണ്ടോ? ഇല്ല. സെൽഫ് ലവ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ടിപ്പിക്കലി കുറച്ച് എന്താണ് നല്ല ഹൈ പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് ലവ് ഉണ്ടാവെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളെ നല്ല രീതിക്ക് ഒരുക്കി കഴിഞ്ഞാൽ സെൽഫ് ലവ് ഉണ്ടാവെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ആസ് എ പേഴ്സൺ ഐ ലവ് മൈ സെൽഫ്. അതാണല്ലോ സെൽഫ് ലവ് അല്ലേ? അതെ. ആണോ? അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഹാപ്പിനെസ് നമ്മൾ പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വരേണ്ട ഒരു സാധനമാണ്. ഓക്കെ. അതായത് ഒരു ഹാർഡ് വർക്കിന്റെ ഔട്ട്പുട്ട് ആയിട്ടായിരിക്കും ഒരു ഹാപ്പിനെസ്. അപ്പൊ റിഗ്രറ്റ് അടിക്കും. ശരി, എന്നാ ഞാൻ പോവാം. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീലക്ഷ്മി മേലെടുത്ത്. നമസ്കാരം. നമസ്കാരം. എക്കോ എന്ന ഒരു സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ കണ്ടിട്ട് സംസാരിക്കുന്നത്. ആ സിനിമ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ആ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപേ തന്നെ ശ്രീലക്ഷ്മി കൈകാര്യം ചെയ്ത മറ്റു കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് നാരായണീൻ്റെ മൂന്നാണ്, അതുപോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഉണ്ട്, ഒരു ജാതി ജാതകമുണ്ട്, റൈഫിൾ ക്ലബ് ഉണ്ട്. ഇത്തരം സിനിമകളുണ്ട്. ഈ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാൻ തോന്നുന്നു. എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളിലേക്കൊക്കെ എത്തിയത്? സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ചിട്ട് പറയാമെന്ന് തോന്നുന്നു. കാരണം അതാണല്ലോ സ്റ്റാർട്ടിങ്. അപ്പം നാടകം ചെയ്യായിരുന്നു ചെറുപ്പം മുതൽ. ഒരു 2ാം ക്ലാസ് മുതൽ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു പ്ലേസ് ഉണ്ട്, കലാലയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എല്ലാവർക്കും ഡാൻസും പാട്ടൊക്കെ പഠിപ്പിക്കുന്ന എപ്പോഴും ഒരു ടിപ്പിക്കൽ ഏരിയ ഉണ്ടാവുമല്ലോ. അതുപോലെ പൂക്കാട് കലാലയത്തിൽ ഡാൻസ് പഠിക്കാൻ പോയി. അപ്പോഴാണ് അവിടെ നാടകം ഉണ്ട് എന്ന് പറയുന്നത്. നാടകത്തിന് പോകുന്നു. അങ്ങനെ അഭിനയം തുടങ്ങി. ചെറുപ്പം മുതലേ കുഞ്ഞു കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ പോയിട്ട് നാടകം ചെയ്യാനൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്തു വരുന്ന സമയത്ത് അഭിനയമായിട്ട് ടച്ചായേ, കണക്ട് ആയേ. അങ്ങനെ അതിൽ നിന്ന് പിന്നെ ആരൊക്കെയോ സജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നാരായണീൻ്റെ 3 ആൺമക്കളിലേക്ക് എത്തുന്നത്. എൻ്റെ സാറുണ്ടായിരുന്നു, ശിവദാസൻ മാഷ്. അപ്പം സാറാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അപ്പോൾ ഒന്ന് കാസ്റ്റിംഗ് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ട്. അങ്ങനെ നാരായണീൻ്റെ 3 ആൺമക്കൾ ഫസ്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ട് തന്നെ അങ്ങനെ കാസ്റ്റിംഗ് കോൾ അങ്ങനെയൊന്നും കൊടുക്കലൊന്നും ഇല്ലായിരുന്നു. എന്നെ റെഫർ ചെയ്തിട്ട് തന്നെ എങ്ങനെയാണ് സിനിമയിൽ എത്തിയത്. പലരും പിന്നെ ചെയ്തത് റൈഫിൾ ക്ലബ്ബാണ് ചെയ്തത്, അല്ല ഒരു ജാതി ജാതകമാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് റൈഫിൾ ക്ലബ്ബ് ചെയ്തു. ഹിറ്റ് സിനിമകളുടെ ഭാഗമാണല്ലോ ഇതെല്ലാം തന്നെ. അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. അപ്പോൾ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ അതിലെ കഥയാണോ, കഥാപാത്രമാണോ, അതിലെ ഡയറക്ടറാണോ, എന്താണ് അത്തരം ഒരു സിനിമ തിരഞ്ഞെടുക്കാമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം? ഇതൊന്നും നോക്കിയിട്ടില്ല. സീരിയസ്ലി പലപ്പോഴും പോയിട്ടുള്ളത് ക്യാരക്ടർ എന്താണെന്ന് പോലും അറിയാണ്ടാണ്. കാരണം നമുക്ക് ആകെ എനിക്ക് അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ എങ്ങനെയെന്നുള്ളതോ പടം ഫ്ലോപ്പ്. പിന്നെ നോക്കിയപ്പം ഒരു 3ാമത്തെ സിനിമയൊക്കെ ചെയ്ത ശേഷം പിന്നെ നമ്മൾ ഡയറക്ടർ ആരാ അങ്ങനെയൊക്കെ അന്വേഷിക്കാൻ അതുവരെ അറിയില്ലല്ലോ. എന്താ ചോദിക്കേണ്ടതെന്ന് പോലും അറിയില്ല. ക്യാരക്ടർ എന്താണോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ പോയപ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേ സ്ക്രിപ്റ്റ് തരും, അത് വായിക്കും, അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് ഉണ്ടായത്. എൻ്റെ ഈ പടങ്ങളൊക്കെ അങ്ങനെ കുറേ എണ്ണം വന്നിട്ട് ചൂസ് ചെയ്ത സിനിമകളൊന്നുമല്ല. ആകെ ഇത്ര സിനിമകൾ വന്നു, അത് ഡയറക്റ്റായിട്ട് ചെയ്തു. അതൊക്കെ നല്ല സക്സസ് ആയി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാ സിനിമകളും സക്സസ് ആയി. അതെ, ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിലാണ്. കോഴിക്കോടാണ് സ്വദേശം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കോഴിക്കോട് സ്വദേശം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടുംപുറമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടുന്ന് സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് എത്തുന്നു. അപ്പം നമ്മുടെ ഒരു വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ പിന്തുണ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം സിനിമാ മോഹമൊക്കെ പങ്കുവച്ചപ്പോൾ വീട്ടിൽ നിന്നൊക്കെയുള്ള ആദ്യത്തെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടില് നാടകം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓക്കെയാണ്.
അതൊരു സാധാരണക്കാരന്റെ കല എന്നറിയപ്പെടുന്ന ഒരു മാധ്യമമാണല്ലോ. അപ്പൊ അതിൽ നിന്ന് മാറി വരുമ്പം സിനിമ എന്ന് പറയുമ്പോൾ എക്സ്പോഷർ തന്നെ ഡിഫറെന്റ് ആയി. പിന്നെ പലരും കേൾക്കുന്ന കാര്യങ്ങളും ഡിഫറെന്റ് ആണ്. പലർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെയൊന്നും പോണ്ട, നാടകം ചെയ്യുന്നുണ്ടല്ലോ അത് മതി, അഭിനയിക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് മതിയല്ലോ. പക്ഷെ എനിക്കെന്തോ എല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ, അതും എങ്ങനെയാണ് അത് നമ്മളെപ്പോഴും കണ്ട് വണ്ടറടിക്കുന്ന ഒരു ഫീൽഡിലേക്ക് നമുക്ക് പോയി ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ദാറ്റ്സ് ഹ്യൂജ് അല്ലേ. അപ്പൊ അങ്ങനെ അവരോടൊന്നും അങ്ങനെ വഴക്കിടുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ എൻ്റെ ഡിസിഷനായിട്ട് അങ്ങ് മുന്നോട്ടേക്ക് പോയതാണ്. പിന്നെ എല്ലാവരും ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ആദ്യത്തെ ഒരു എന്താണെന്ന് അറിയാത്തതിൻ്റെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പോയി ചെയ്യ് എന്നൊക്കെ തന്നെ അമ്മയും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോൾ. നാടകവും സിനിമയും ചെയ്യുമ്പോൾ എന്താണ് വ്യത്യസ്തമായി അനുഭവപ്പെടുന്നത്? അങ്ങനെ ചോദിച്ചാൽ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു അഭിനയത്തിൻ്റെ മീറ്ററിൽ ഡിഫറൻസ് ഉണ്ടാക്കണം എന്ന് പേഴ്സണലി ഞാൻ വിചാരിക്കാറുണ്ട്. ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അഭിനയം നാടകത്തിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബാക്കിലിരിക്കുന്ന ഓഡിയനെ പോലും നമ്മൾ രജിസ്റ്റർ ചെയ്യിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ എക്സ്പ്രഷൻ. ആൻഡ് ഇത്രയും അടുത്ത് നമ്മുടെ ക്യാമറ ഷോട്ട് വെക്കുന്ന സമയത്ത് അതിൽ ചിലപ്പം മൈന്യൂട്ട് എക്സ്പ്രഷൻസ് മതിയാവാം. ചില ക്യാരക്ടേഴ്സിനനുസരിച്ച് ഡിഫറൻസ് വരും. പക്ഷെ നാടകത്തിൽ എടുക്കുന്ന പോലെ നമ്മൾ ഹ്യൂജായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവറായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു ഡിഫറൻസ് അതാണ്. കാരണം സിനിമയിലേക്ക് വരുമ്പോൾ ഒരിച്ചിരി പിടിക്കണം എന്നുള്ള ഒരു ബോധ്യത്തോടെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്, അഭിനയിക്കാറുള്ളത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ എക്കോയുടെ സംവിധായകൻ ദിൻജിത്ത് അയ്യത്തലിൻ്റെ കൂടെ അഭിനയിക്കുന്നു, അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നു. കിഷ്കിന്ധാകാന്ഡം പോലൊരു മൂവിയൊക്കെ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുകയോ അദ്ദേഹം ഒരു സജഷൻ തന്നത് അതൊക്കെ ഇനി എൻ്റെ അഭിനയ ജീവിതത്തിൽ അത് കുറച്ചും കൂടെ ഉപകാരപ്പെടും എന്നൊക്കെ തോന്നിയ എന്തെങ്കിലും ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ടോ? അവിടെ ആക്ച്വലി അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അതിൽ 2 സീൻസ് 3 സീൻസ് ആയിരുന്നു എക്കോയിൽ ഉണ്ടായിരുന്നത്. അതിന് ടൈം ഡ്യൂറേഷൻ ആയാലും അവരുമായിട്ട് ഇടപെടാനുള്ള ഒരു സമയമായാലും എനിക്ക് കുറവായിരുന്നു. കാരണം കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. 2 ദിവസമായിരുന്നു ഷൂട്ട് ഉണ്ടായത്. അതിൽ തന്നെ അവരുടെ ഒരു ടോട്ടൽ ആ ടീമിൻ്റെ കൂടെ കിഷ്കിന്ധാകാന്ഡം പോലത്തെ ഒരു വലിയ പടത്തിന് ശേഷം ചെയ്യുന്ന സിനിമ. അപ്പം അത്രയ്ക്കും എൻ്റെ സൈഡിൽ നിന്നാലും ആസ് ആൻ ആക്ടർ നമ്മൾ ഭയങ്കര വിളിച്ച സമയത്തായാലും ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ കുഞ്ഞി ക്യാരക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിൽ ഫീമെയിൽ ലീഡ്സ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഓപ്ഷൻ ചോദിക്കേണ്ടി വന്നിട്ടില്ല. നേരെ പോകുന്നു, ചെയ്യുന്നു. ആൻഡ് ബാഹുൽ, രമേശ് സാർ ആയാലും എല്ലാവരും സെറ്റ് ആയിരുന്നു. അവിടെ വേറെ തന്നെ ഒരു മൂഡായിരുന്നു. ഇതുവരെ ചെയ്തതിനേക്കാട്ടും കുറച്ച് കാസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ അഭിനയിക്കുന്നത് സന്ദീപ്, അശോകൻ ചേട്ടൻ. നമ്മൾ ചെറുപ്പത്തിൽ കണ്ടു വളർന്നതായിരിക്കുമല്ലോ അശോകൻ സാറിൻ്റെ ഒക്കെ സീനുകളൊക്കെ. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ വരുമ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത്? അല്ല, പുള്ളിയുടെ ഒരു അഭിനയത്തിന്റെ ശൈലി ഭയങ്കരമായിട്ട് എന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അതിലൊരു വലിയ ലോങ് ഡയലോഗ് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് പുള്ളി ഡയലോഗ് ആ മീറ്ററിൽ പറയുന്നത് കണ്ടിട്ട് ഞാൻ വാവെന്ന് പറഞ്ഞ് ഇരുന്ന് പോയിട്ടുണ്ട് അവിടെ. ആൻഡ് അങ്ങനെ കുറെ സീനിയേഴ്സിന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് അവരുടെ ഒരു മെത്തേഡ് ഉണ്ടാവുമല്ലോ, അത് അറിയാന്നുള്ളതാണ് ആസ് ആൻ ആക്ടർ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഇത്രയും കാലത്തെ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവുമല്ലോ. പുള്ളിയോട് ചോദിച്ച പുള്ളി പറഞ്ഞാൽ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ തന്നെ ശീലിച്ചതാണ്. എൻ്റെ അത് ആസ് ആൻ എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് നമുക്ക് ആ വളർച്ച ഉണ്ടാവുക എന്ന് പുള്ളി അതിനൊരു ആൻസറായിട്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. സന്ദീപുമായിട്ടുള്ളൊരു സൗഹൃദമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം കുറച്ച് നെർവസ് ആയിരുന്നു അവിടെ. കാരണം എനിക്ക് അങ്ങനെ ഫീമെയിൽ ആരും ഇല്ല. ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ഡിപ്പാർട്ട്മെന്റിലും ഫീമെയിൽസ് ഇല്ല, കോസ്റ്റ്യൂമിലില്ല, ഒന്നിലും ഇല്ല. അപ്പം പുള്ളിയാണ് എന്നെ കുറച്ചും കൂടെ നോക്കിയാക്കി ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കംഫർട്ട് ലെവലിലാക്കി തന്നെയാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര ചില്ലായിരുന്നു ആള്. ഭയങ്കര നൈസായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. എൻ്റെ അഭിനയം ആയാലും അത് എസ്പെഷ്യലി പറയേണ്ടതാണ്. എനിക്ക് സിനിമ ഔട്ട് കണ്ടപ്പോഴാണ് അത് നല്ല രീതിക്ക് മനസ്സിലായത്. ഈ അശ്ലീല സാഹിത്യം എഴുതി നിറയ്ക്കുന്ന ഒരു കൂട്ടുകാരനാണല്ലോ അതിനുള്ളിൽ നമ്മൾ കാണുന്ന സന്ദീപ് ചെയ്ത കഥാപാത്രം. അപ്പം അത്തരം ഒരു കാര്യം പറഞ്ഞ അയ്യേ എന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പം എനിക്ക് ശ്രീലക്ഷ്മി കൈകാര്യം ചെയ്യുന്നത് ഒരു സൈക്കോളജി കൂടിയാണല്ലോ, പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇത് പാഷൻ, പ്രൊഫഷൻ. അപ്പം ഇത്തരം ഒരു വ്യക്തി അടുത്ത് വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അവരെ ഡീൽ ചെയ്യുന്നുണ്ടാവുക? പ്രൊഫഷണലി അല്ലേ? പ്രൊഫഷണലി തന്നെ. അതെ, പ്രൊഫഷണലി നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ എങ്ങനെ എന്ത് ഇഷ്യൂ കൊണ്ട് വന്ന ആളാണെങ്കിലും അയ്യേ എന്നുള്ള റെസ്പോൺസ് നമ്മളവിടെ കൊടുക്കാൻ പാടില്ല. അവരെങ്ങനെയാണോ അതിനെ അങ്ങനെ
അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. അതിൽ തന്നെയായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. അതെങ്ങനെയാണോ അവർ വരുന്നത്, ഇപ്പൊ ഒരു കൊലപാതകി ആയാൽ പോലും അയാൾ അതിന്റെ ഒരു അല്ലെങ്കിൽ റേപ്പിസ്റ്റ് ആയാൽ പോലും പല പല ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ വരുന്നുണ്ടാവും. അവരെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ, എന്നാലല്ലേ അവരുടെ ചിന്താഗതിയിലൂടെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊഫഷൻ ആക്ടിങ് മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായമൊക്കെ ചെയ്യാറുണ്ടോ? അതായത് ഒരു സൈക്കോളജിസ്റ്റ് ആണ്, അപ്പൊ ചില സമയത്ത് നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണമല്ലോ. നല്ല വേഷങ്ങൾ കിട്ടണം, നമ്മുടെ മുഖം ശ്രദ്ധിക്കപ്പെടണം, ആളുകൾ നമ്മളെ തിരിച്ചറിയണം. ഇത് ഏതൊരു ആക്ടറിന്റെയും വലിയൊരു ആഗ്രഹമായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ളൊരു കാത്തിരിപ്പ് മാനസികമായിട്ടൊരു മടുപ്പൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പം എങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് കൂടി ആയതുകൊണ്ട് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? ആക്ച്വലി അവസരങ്ങൾ വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആസ് ആൻ ആക്ടർ. ആൻഡ് അതൊരു മീഡിയ ലെവലിൽ നിൽക്കുന്ന സമയത്ത് തിരിച്ചറിയുക, ആൻഡ് പലരും കോണ്ടാക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര വെയിറ്റിംഗ് തന്നെയാണത്. കാരണം നമുക്കതിലൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഒരു പടം കഴിയുന്നു, നെക്സ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അൺസർട്ടൻ ഫീലാണ് എക്സ്ട്രീംലി സിനിമ ലോകം എന്ന് പറയുന്നത്. ആ സമയത്ത് എനിക്കത് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഒന്ന് കഴിഞ്ഞ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു, PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സിനിമകളൊക്കെ ചെയ്തത് ആ സമയത്താണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും എന്തെങ്കിലും ഒരു ജോലി വേണം. കാരണം അൺസർട്ടനിറ്റി ബുദ്ധിമുട്ടാണ്. ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു ജോലി വേണം എന്നുള്ളത് തന്നെ ഉറപ്പിച്ചു. പിന്നെ അതിൻ്റെ കൂടെ കൊണ്ടുപോകാമല്ലോ എന്നുള്ളൊരു മൂവിലേക്ക് പോയി. ആൻഡ് പ്രൊഫഷണലി സൈക്കോളജി ഇപ്പോൾ തിരഞ്ഞെടുത്തതായാലും അഭിനയത്തിനെ വിചാരിച്ചിട്ട് തന്നെയാണ്. ആൻഡ് അഭിനയിക്കാൻ കുറച്ചും കൂടി എളുപ്പം ഏത് ഫീൽഡായിരിക്കും. സൈക്കോളജി ആവുന്ന സമയത്ത് പലരുടെയും ഇമോഷൻസിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും. സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ഒരാളുടെ ഇമോഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി അഭിനയം എളുപ്പമാവും എന്നുള്ളതായിരുന്നു എൻ്റെ ലോജിക്ക്. അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. സൈക്കോളജി എടുത്തത് അങ്ങനെയാണ്. ഒരു നായികയാവണമെന്നാണോ അതോ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്തു പോകണമെന്നാണോ ആഗ്രഹം? നായികയാവണം എന്ന് ആഗ്രഹമില്ല. നല്ല റോൾസ് ഇതുപോലത്തെ കുറച്ചും കൂടി ഡ്യൂറേഷനൊക്കെ ഉള്ള റോൾസ് കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പിയാണ്. കുറച്ചധികം സീൻസ് ഉണ്ടാവുന്നു, സിനിമ ഔട്ട് വരുമ്പോഴത്തേന് റിലീസ് ആവുന്ന സമയത്ത് റോളുകൾ കട്ട് ചെയ്ത് കളയുന്ന അല്ലെങ്കിൽ സീൻസ് കട്ട് ചെയ്ത് കളയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ ശ്രീലക്ഷ്മിയും കടന്നു പോയിട്ടുണ്ടോ? ഉണ്ട്, പക്ഷെ അത് ഭയങ്കരമായിട്ടൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം കൂടെ പോയി ആകെ തകർന്നു പോയി പടത്തിലേ ഇല്ലാത്ത സിറ്റുവേഷൻ ഒന്നും വന്നിട്ടൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള കുറെ ആളുകളുടെ കഥകളൊക്കെ കേൾക്കാറുണ്ട്. എക്സ്പെക്റ്റഡ് ആണ് ഇതൊക്കെ സംഭവിക്കും എന്നുള്ളത്. ഞാൻ സിനിമ പലതും ഇറങ്ങുന്ന സമയത്ത് ഉണ്ടെന്ന് പോലും പറയാറില്ല. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞാനൊന്ന് ഉറപ്പിച്ച ശേഷമാണ് ഞാൻ എക്കോല് പിന്നെ ഉറപ്പായിരുന്നു ഉണ്ടാവുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോകും. പക്ഷെ ബാക്കി പല സിനിമ റൈഫിൾ ക്ലബിലൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം അത് ഉണ്ടാവും എന്നുള്ള പോലും ഉറപ്പില്ലായിരുന്നു. അങ്ങനെയാണല്ലോ എന്നുള്ളൊരു ബോധ്യത്തോടെ ആ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും, സിനിമയാണ് ലോകം, ചിലപ്പോൾ നമ്മൾ ചെയ്തു വെച്ച കഥാപാത്രം അതിനുള്ളിൽ ഉണ്ടാവണമെന്നില്ല എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് തന്നെ മനസ്സിലാക്കിയെടുത്തതാണ്. അതെ അതെ അതെ, മറ്റുള്ളവർ പറയുന്നത് കേട്ടതിൽ നിന്ന് എന്നെ കിട്ടിയ കാര്യങ്ങളായിരിക്കണം. അല്ലാണ്ട് എനിക്കിതുമായിട്ട് ഡയറക്റ്റ് വേറെ ഐഡിയ ഇല്ലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ പെർസീവ് ചെയ്ത കാര്യങ്ങളായിരിക്കണം. ആൻഡ് ചെയ്യുന്ന റോൾ എത്രത്തോളം സിനിമയിൽ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവില്ലേ. ആസ് എ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാലെങ്കിലും ഉണ്ടാവില്ലേ. അപ്പൊ അതിന്റെ പ്രാധാന്യത്തിനനുസരിച്ചിട്ട് അവരതിനെ എഡിറ്റ് ചെയ്യും എന്നുള്ളൊരു ബോധ്യവും നമുക്ക് വരേണ്ടതാണ്. റൈഫിൾ ക്ലബിൽ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു, ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ആ ഒരു ഉറപ്പ് നമ്മൾ ആദ്യം ഉറപ്പിച്ചിട്ട് അത് ഉറപ്പിച്ചാൽ മതിയല്ലോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അങ്ങനെ എക്കോ എന്ന് പറയുന്ന സിനിമ ഒരു ത്രില്ലർ മിസ്റ്ററി മൂവിയാണ്. ആ കഥ മൊത്തം അറിയുക അല്ലെങ്കിൽ ആ കഥ മനസ്സിലാക്കിയതിന് ശേഷം ശ്രീലക്ഷ്മിക്ക് തോന്നുകയാണ് ഓക്കെ ഇത് ഓഡിയൻസിന് കണക്ട് ആവണം അല്ലെങ്കിൽ വർക്ക് ആകണം എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സീനോ ഒരു കഥ ഒരു സീക്വൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എക്കോന്റെ കഥ എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ ഇത് ഭയങ്കര ഇമോഷണൽ സീൻ, ഇത് ആളുകൾക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആസ് എൻ ഓഡിയൻ ആയിരുന്നു, ആക്ടർ അല്ലായിരുന്നു. എനിക്ക് എന്റെ സീന് ഞാൻ എങ്ങനെയാവും എന്നുള്ള അറിയാൻ. പക്ഷെ ആ പടം കഴിഞ്ഞപ്പോൾ ആസ് എൻ ഓഡിയന്റെ ഒരു റെസ്പോൺസാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത്. ഓ ഈ സിനിമ, പക്ഷെ അതിൽ എന്റെ ഭാഗമായി ഞാൻ എന്നുള്ളത് പോലും എനിക്ക് സെക്കൻഡറി ആയിരുന്നു. മനസ്സിലായോ? എന്റെ ആ സിനിമ ആസ് എൻ ഓഡിയൻ എന്നുള്ള രീതിക്ക് എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളത് ദാറ്റ്സ് ഹ്യൂജ്. ഭയങ്കര ഇമ്പാക്ട്. 2 വട്ടം പോയി കണ്ടു, പിന്നെ പോയി കാണുന്ന സമയത്ത് ഒരുപാട് പുതിയ കാര്യങ്ങൾ അവിടെയും ഇവിടെ നമുക്ക് കണക്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയും കാണുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നോട്ട് ചെയ്യാത്ത എന്തെങ്കിലും ഏരിയാസ് ആ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത്. അതിന്റെ ഭാഗമായി എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. ശ്രീലക്ഷ്മി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ
ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയും. അതിനുള്ളിൽ നല്ല കണ്ടന്റ് വീഡിയോസ് ശ്രീലക്ഷ്മി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കണ്ടൊരു റീൽ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. സുറ്റയുടെ മുട്ട എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്. നമ്മൾ കൂട്ടുകാർക്കിടയിൽ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ഭയങ്കര രസമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഡ്രസ്സോ അത് വെച്ചാൽ ജിമിക്ക് കമ്മല് പോലത്തെ ഒരു കമ്മല് വെച്ചാൽ നമ്മൾ നോർമലി ഇപ്പൊ ഒരു മിനിമൽ എന്താ പറയാ ഓർണമെന്റ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളതങ്ങനെ ട്രൈ ചെയ്യാത്തൊരു ഇതൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ വന്നിട്ട് ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നു. അത് ഭയങ്കരമായി ശ്രദ്ധിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടോ? വൈറലായിരുന്നല്ലോ അത്. അപ്പൊ ആ അനുഭവം എങ്ങനെയാണ്? ആ ഡയലോഗ് ഇപ്പൊ ഓർമ്മയുണ്ടോ? ഇല്ല. ആൻഡ് അത് ആക്ച്വലി ഒരു വെബ് സീരീസ് ആണ്, അടുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ഒരു പോർഷൻ ആണത്. ആൻഡ് അതിൽ ത്രൂ ഔട്ട് ഞാൻ ആ എപ്പിസോഡിൽ മറ്റേ ഹോസ്പിറ്റലിൽ ഈ സ്വീപ്പറാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ പോർഷനാണ് ഈ എടുത്തിട്ടുള്ളത്. നമ്മള് എന്റെ ഫസ്റ്റ് ഒരു ക്യാമറയിൽ മുമ്പിലേക്ക് വന്നിട്ടുള്ള എന്റെ ഫസ്റ്റ് പരിപാടി അടുപ്പാണ്. വെബ് സീരീസ് അല്ലെ എന്റെ ഷോർട്ട് ഫിലിം പരിപാടി അതാണ്. അതിലൂടെയാണ് പിന്നെ ഈ സിനിമയിലേക്കായാലും ഉള്ളൊരു അതും കൂടെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. യെസ്. ആ ഡയലോഗ് കയ്യിൽ നിട്ടതാണോ അപ്പോ അതോ പഠിച്ചത് തന്നെയാണ്? അല്ലല്ല, അത് ഡയലോഗായിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മളപ്പോ തോന്നുന്ന സാധനം പറയുന്നു, അങ്ങനെ അത് ഇത്രയും ക്ലിക്ക് ആവുന്നുള്ളത് അറിയില്ല. പലരും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുമ്പോഴായാലും സിനിമേനെക്കാട്ടും അപ്പുറത്തേക്ക് ആ വീഡിയോ കണക്ട് ആയിട്ടാണ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോകളൊക്കെ ഭയങ്കര രസമായിട്ടുള്ള ഫോട്ടോസാണ്. അപ്പം സെൽഫ് ലവ് ഭയങ്കര ഉള്ള ഒരാളാണോ? സെൽഫ് ലവ് വേണമല്ലോ. അതെ അല്ലേ? സെൽഫ് ലവ് ഉണ്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ ഉണ്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ല. ഓൾറെഡി ഉള്ള സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടിപ്പിക്കലി കുറച്ച് മറ്റേ എന്താണ് നല്ല ഹൈ പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് ലവ് ഉണ്ടാവെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളെ നല്ല രീതിക്ക് ഒരുക്കി കഴിഞ്ഞാൽ സെൽഫ് ലവ് ഉണ്ടാവെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ആസ് എ പേഴ്സൺ ഐ ലവ് മൈ സെൽഫ്, അതാണല്ലോ സെൽഫ് ലവ് അല്ലേ? അതെ. ആണോ? അതെ. നമ്മൾ എന്തായിരിക്കുന്നു നമ്മൾ അത് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതിനുണ്ട്, എന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് മൈ സെൽഫ് ലവ് എന്ന് വിചാരിക്കുന്നു. ഹാപ്പി ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യാറ്? നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുക? ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് പ്ലാൻ ചെയ്യാറുണ്ട്. അതായത് ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വന്നു ചേരും. ഹാപ്പിനെസ് എനിക്കില്ല, എനിക്ക് സാഡ്നെസ് മാത്രമാണ്, അല്ലെ എനിക്ക് ഒരു സുഖവും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആലോചിച്ചിരിക്കും, എനിക്ക് എന്തുകൊണ്ട് ഹാപ്പിനെസ് ഇല്ല? ഹാപ്പിനെസ് വരുന്നില്ലല്ലോ, എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ട്, എനിക്ക് മാത്രം ഹാപ്പിനെസ് ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹാപ്പിനെസ് നമ്മൾ പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വരേണ്ട ഒരു സാധനമാണ്. ഓക്കെ. അതായത് ഒരു ഹാർഡ് വർക്കിന്റെ ഔട്ട്പുട്ട് ആയിട്ടായിരിക്കും ഒരു ഹാപ്പിനെസ് തോന്നുന്നു. അതായത് ഒരു കാര്യം നമുക്ക് ഇഷ്ടമാണ്, നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലഭിക്കുന്ന ഒരു ഫീലിങ്സിനെയാണ് ഹാപ്പിനെസ് എന്ന് പറയുക. ഒരു പ്ലാൻഡ് ആക്ഷൻ ആയിരിക്കും ഹാപ്പിനെസ് എന്ന് തോന്നുന്നു. അതായത് ഞാനിപ്പം സിംപ്ലി ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നു, അവിടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്, ഒരു പ്ലാനിങ് ഉണ്ട്, ഒരു വർക്ക് ഉണ്ട് അല്ലേ? അതിന്റെ ഔട്ടായിട്ട് എനിക്ക് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെന്റെ ഹാപ്പിനെസ് ആവാം. ആൻഡ് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഇന്ന് ബിരിയാണി കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ബിരിയാണി കഴിക്കുന്നു. ആൻഡ് ആ ബിരിയാണി കഴിക്കുന്ന സമയത്ത് അതൊരു പ്ലാനിങ് ഉണ്ട് അതിന്റെ പുറത്ത്. ഓക്കെ. അപ്പൊ അത് ഹാപ്പിനെസ് ആയി മാറും. അപ്പൊ അത് പ്ലഷർ അല്ലേ എന്ന് ചോദിച്ചാൽ? പ്ലഷർ ഈസ് ടെമ്പററി എന്ന് ഞാൻ പറയും, ഹാപ്പിനെസ് ഈസ് പെർമനന്റ് എന്ന് ഞാൻ പറയും. ഓക്കെ. ഹലോ. ഓക്കെ. ഹാപ്പിനെസ് പെർമനന്റ് ആണെങ്കിൽ നമ്മളൊരു ആക്ഷനിൽ നിന്നല്ലല്ലോ നമുക്ക് ഹാപ്പിനെസ് വരിക, അത് സ്ഥിരമായി അല്ല, അതിന്റെ ഔട്ട്പുട്ടിലല്ലേ നമുക്ക് ആ പെർമനൻസി ഉള്ളത്. ഓക്കെ. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാലും എന്റെ ആ ഒരു അന്നേരത്തെ ഒരു നീഡ് ഓക്കെ ആയാലും എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ആ ബിരിയാണി നല്ല ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ലേ? ഓർമ്മകളിൽ ഹാപ്പിനെസ് ഉണ്ടാവും. ആൻഡ് നല്ല എക്സാം എഴുതി കഴിഞ്ഞ് നല്ല റിസൾട്ട് കിട്ടി, ഇപ്പോഴും എന്റെ എക്സാം ഞാൻ നന്നായിട്ട് എഴുതിയെന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ്, പ്രൗഡ് മൊമെന്റ് എന്ന് പറയാലോ. അങ്ങനെ പറയുകയാണെങ്കിൽ ബിരിയാണി കഴിച്ചത് പ്രൗഡാണോ? അല്ല, പക്ഷെ എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്ന എപ്പോഴും അങ്ങനെ ആയിക്കോണമെന്നില്ലല്ലോ. ഹാപ്പിനെസ് എപ്പോഴും പ്രൗഡ് ആയിക്കോണമെന്നില്ലല്ലോ. അല്ലാ തോന്നുന്നു. എനിക്കത് കൺഫ്യൂഷൻ ആയിപ്പോയി. പക്ഷെ ആസ് എ സൈക്കോളജിസ്റ്റ് പറയുന്നത് നമ്മൾ എടുക്കും, അവിടെ തർക്കമില്ലല്ലോ. ഓക്കെ,
താങ്ക് യു. സൈക്കോളജിസ്റ്റ് എന്ത് പറയുന്നു നമ്മളതിനെ പഠിച്ചു? അല്ല, എനിക്കറിയില്ല, ഞാനും പഠിക്കുകയാണ്. ഓക്കെ. എനിക്ക് ഉറപ്പില്ല, എനിക്ക് എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും യൂണിവേഴ്സൽ ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആളുകൾ ഇങ്ങനെ പ്രശ്നം കണ്ടൊക്കെ വരുമല്ലോ, അപ്പൊ അവർക്ക് കൊടുക്കുന്ന ടിപ്സ് എന്താ ഇങ്ങനെ ഹാപ്പി ആവേണ്ടത്? നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയാതെ നിങ്ങൾ സെൽഫ് കണ്ടെത്തി അതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറയോ? ഒന്നും പറയില്ല. അതൊക്കെ എൻ്റെ നീഡല്ലേ. അല്ല, നമ്മൾ വരുന്ന ആളോട് എന്ത് പറയും? അവരുടെ നീഡ് എന്താണെന്ന് നോക്കും. അവർക്ക് എന്തായാലും ആക്ച്വലി അവർക്ക് സന്തോഷം വേണമെന്ന് പോലും ചില സമയത്ത് ഉണ്ടാവില്ല. അവർക്ക് ഒരു ഇഷ്യൂ കേൾക്കാൻ ഒരാളെ ആയിരിക്കും ആവശ്യം ഉണ്ടാവുക. അപ്പൊ അത് നല്ലൊരു ലിസണറായിട്ട് അവർക്ക് അവരുടെ മുമ്പിൽ അവർ പറയുന്ന കാര്യം നല്ല രീതിക്ക് കേൾക്കുക എന്നുള്ളതായിരിക്കും ഞാൻ ചെയ്യേണ്ടത് ആസ് എ സൈക്കോളജിസ്റ്റ്. ചില സമയത്ത് അവരുടെ ഡിസിഷൻസിൽ ഉണ്ടാവുന്ന ചില എന്താ പറയുക കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതെങ്ങനെയാണെന്നുള്ളത് അവർക്ക് വേണ്ട രീതിക്ക് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഞാൻ ചെയ്യേണ്ടത്. ഇത്തരം കുറേയധികം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് പോകുമ്പോൾ ശ്രീലക്ഷ്മിയുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കാനുള്ള ഒരു സാധ്യത നല്ല രീതിക്കുണ്ട്. അപ്പം അതെങ്ങനെയാ കൈകാര്യം ചെയ്യുക? ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്, ഞാൻ ഇൻടേക്ക് ചെയ്യരുത്. ഓക്കെ. ആളുകളുടെ പ്രശ്നങ്ങളെ ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാവും. കാരണം നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു എക്സ്പോഷർ വരുന്ന സമയത്ത് നമുക്ക് അറിയുണ്ടാവില്ല. അതിന് പലരും നമ്മുടെ മുമ്പിൽ ഇമോഷണലി ഞാനും കുറച്ച് സെൻസിറ്റീവാണ്. അപ്പൊ എൻ്റെ അതേ സ്റ്റോറീസിലൂടെ കടന്നു പോയിട്ടുള്ള പലരും ഉണ്ടാവും ലൈഫിൽ. അപ്പൊ അവരത് പറയുന്ന സമയത്ത് എൻ്റെ മുറിവിൽ ഞാൻ തന്നെ ടച്ച് ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെ ഇൻടേക്ക് ചെയ്യരുത് എന്നുള്ളത് ഞാൻ തന്നെ എന്നോട് പറയാറുണ്ട്. എൻ്റെ ആ ഏരിയാസ് ഹീൽ ചെയ്യാതെ എനിക്ക് എൻ്റെ ക്ലയൻറ്റിന് മുമ്പിൽ ഇരിക്കാൻ പറ്റും. ഈ ഹീലിംഗ് എന്ന് പറയുന്നത് അതൊരു വാക്കായി ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഹീലിംഗ് എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒന്നാണോ? ഹീലിംഗ് എളുപ്പത്തിൽ സംഭവിക്കുന്ന ഡിപ്പെൻസ് പേഴ്സൺസിനനുസരിച്ച്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന നമ്മുടെ ട്രോമാസിനനുസരിച്ചുണ്ടാവും. ആൻഡ് നമ്മളത് എടുക്കുന്ന രീതിക്ക് അനുസരിച്ചുണ്ടാവും. എൻ്റെ ഇഷ്യൂ വലുതായിരിക്കും എനിക്ക്, അല്ലേ? അപ്പോൾ ആ വലുതിനെ ഞാൻ ചെറുതാക്കണമെങ്കിൽ ഞാൻ നല്ല രീതിക്ക് വർക്ക് ചെയ്യേണ്ടി വരും. എൻ്റെ ആ പ്രോസസ്സ് സിമ്പിളാണ്, പക്ഷെ അതിനെ ഞാൻ ഉൾക്കൊള്ളുന്ന രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഹീലിങ്ങിൻ്റെ പ്രോസസ്സ് തോന്നുന്നു. അതും തോന്നുന്നു. എല്ലാം ഒരു തോന്നലാണ്. എല്ലാം തോന്നലാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നന്നായി ആക്റ്റീവ് ആയിരിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ കമൻറ്റുകളൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അത് നോക്കാറുണ്ടോ? കണ്ണിൽ പെട്ടാൽ നോക്കാറുണ്ട്. അല്ല, അതിനായിട്ട് ഞാൻ അങ്ങനെ ഇല്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പോസ്റ്റുകൾ അങ്ങനെ നല്ല ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഇടും. ഞാൻ അതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കൂടുതലായിട്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ അങ്ങനെ ഒരു നോളജ് എനിക്ക് കുറവാണ്. കൂടുതൽ കാര്യങ്ങളും ഞാൻ അറിയുന്നത് എൻ്റെ സിസ്റ്റർ ഉണ്ട്, അവൾ എനിക്ക് ഷെയർ ചെയ്ത് തരും. എൻ്റെ അത് മാത്രം ഞാൻ കാണും. ഓക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയുമല്ലോ. അങ്ങനെ അല്ലാണ്ട് ഞാൻ കുറവാണ്. സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു സിനിമ മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഫോളോവേഴ്സൊക്കെ ഭയങ്കര ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നൊക്കെ ആക്ട്രസുകൾ പലയിടങ്ങളിൽ പറയാറുമുണ്ടല്ലോ. അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു എന്താ പറയുക ചിന്തിക്കാറില്ലേ? ആ ഒരു മേഖല കൂടി ഞാൻ അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൂടി കുറച്ചും കൂടി ആക്റ്റീവായി നിലനിർത്തേണ്ടതുണ്ട്. സീരിയസ്ലി ഉണ്ട്, ചിന്തിക്കാറുണ്ട്. ആൻഡ് അതൊരു വലിയൊരു ഘടകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പല സിറ്റുവേഷൻസിൽ. കാരണം ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുമ്പോൾ പോലും എത്രത്തോളം പബ്ലിക്കുമായിട്ട് എക്സ്പോഷർ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നോക്കുന്നവർ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ നോക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ ഫിലിമിലുള്ള അങ്ങനത്തെ ഒരു മേഖലയും കൂടി ഉണ്ട്. അങ്ങനെ നോക്കുന്ന ആൾക്കാരും ഉണ്ട്. ബട്ട് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വളരെ ചെറുതാണ്. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ചെയ്യുന്നില്ല. ശ്രീലക്ഷ്മി ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ ആംബിവേർട്ടാണോ? ചില സമയങ്ങളിൽ എക്സ്ട്രോവേർട്ട് ആവേണ്ട ആവശ്യം ഉണ്ടാവും, ചില സമയങ്ങളിൽ ഇൻട്രോവേർട്ട് ആയിരിക്കും, ചില സമയങ്ങളിൽ ആംബിവേർട്ട് ആയിരിക്കും. അങ്ങനെ ചോദിച്ചാൽ എല്ലാവർക്കും സേഫായിട്ട് പറയാൻ പറ്റുന്ന ആംബിവേർട്ട് ആണല്ലോ, അല്ലേ? ഒരു മിഡിൽ. അങ്ങനെയാണ് ഞാനും ആംബിവേർട്ടാണ്. ആണല്ലേ? ആണോ? അങ്ങനെ നമുക്ക് അത്രയും കംഫർട്ട് ആയിട്ടുള്ള സ്പേസിലായിരിക്കില്ലേ നമ്മുടെ എക്സ്ട്രോവേർട്ട് ആവുന്നത്, അല്ലേ? അതെ. നമ്മുടെ ലോജിക്ക് അനുസരിച്ചിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കും, അല്ലേ? നമ്മുടെ ആവശ്യങ്ങളൊക്കെ കൃത്യമായി പറയാൻ പറ്റുക, ആവശ്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കുക, എന്താണ് ആവശ്യമെന്ന് കൃത്യമായി ഈ ഒരു തൊഴിലായതുകൊണ്ട് കൃത്യമായി പറയേണ്ടത് കൂടി ഉണ്ടല്ലോ. എനിക്ക് ഇതാണ് വേണ്ടത്, എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നൊക്കെ. അപ്പൊ അത്തരം പറച്ചിലുകളൊക്കെ ശ്രീലക്ഷ്മിയുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ളൊരു ബോൾഡ്നെസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടെങ്കിൽ അത് ഓക്കെ ആവാറില്ല. എക്സ്പെഷ്യലി ഈ പേയ്മെൻറ്റ് ചോദിക്കുന്ന കാര്യത്തിൽ. കാരണം നമുക്ക് ഇപ്പോഴും ഒരു വോയിസ് ആ കാര്യത്തിൽ വന്നിട്ടില്ല.
കാരണം സിനിമകൾ ചെയ്യുമ്പോഴായാലും എന്താണ് വേദനം, എന്താണ് പറയേണ്ടത് എന്നുള്ളതും അവർ എക്സ്പെക്ട് ചെയ്യുന്ന വേദനമാവണം നമ്മൾ പറയേണ്ടത് എന്നുള്ളതും, and അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ കൃത്യമായിട്ട് അവർ അത് ചെയ്യുക എന്നുള്ളതും നമുക്ക് പലപ്പോഴും അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അൾട്ടിമേറ്റ് നമ്മുടെ ഗോൾ പേയ്മെന്റ് അല്ല, അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളത് സാക്രിഫൈസ് ചെയ്യും. നമുക്ക് പരാതികളൊന്നും ഉണ്ടാവില്ല, അഭിനയിച്ചല്ലോ. സിനിമയിൽ അഭിനയിച്ചു, അപ്പൊ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ശ്രീലക്ഷ്മിനെ ഒരു 5 വർഷത്തിനുള്ളിൽ എവിടെയാണ് ശ്രീലക്ഷ്മി പ്ലേസ് ചെയ്യുന്നത്? സിനിമയിൽ ഞാൻ പ്ലേസ് ചെയ്യാൻ എനിക്കറിയില്ല. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല ആക്ച്വലി. ആൻഡ് സിനിമ ഇപ്പോൾ വന്ന കുറച്ച് സിനിമകളായാലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ജോബിന് ഇപ്പം ഇമ്പോർട്ടൻസ് ഞാൻ അതിന് കൊടുക്കുന്നുണ്ട്, എൻ്റെ കരിയറിന് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ് ഇപ്പോൾ ഓപ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു അറിയില്ല, അങ്ങനെ ഒരു വലിയൊരു പരിപാടി വരികയാണെങ്കിൽ ചെയ്യണം. അപ്പൊ ചിലപ്പോൾ നമ്മുടെ തീരുമാനം തെറ്റായിരുന്നു എന്ന് എപ്പോഴെങ്കിലും റിഗ്രറ്റ് അടിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ റിഗ്രറ്റ് അടിക്കും. ശരി, എന്നാ ഞാൻ പോവാം. അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഇല്ല. എന്തായാലും എനിക്കിപ്പം അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. അല്ല, സിനിമകൾ വരുന്നു, അഭിനയം ഒരു പാഷൻ കൂടിയാണല്ലോ. അപ്പോൾ അത് വേണ്ട, ഈ പ്രൊഫഷനിൽ തന്നെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അവസരങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ നമ്മൾ തട്ടിക്കളയരുത് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം സിനിമകൾ വേണ്ട എന്ന് വെക്കുന്നു, പ്രൊഫഷൻ കൂടുതൽ കാര്യമായി പരിഗണിക്കുന്നു. അപ്പം ആ ആളുകൾ പിന്നെയും കോണ്ടാക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇല്ല. ആൻഡ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസരങ്ങളെ ഞാൻ കളഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെന്നുള്ള ക്വസ്റ്റ്യൻ പിന്നെ അവിടെ ഇല്ലേ? അത് പിന്നെ അൺസർട്ടനിറ്റി അല്ലേ? അല്ലേ? അല്ലേ പിന്നെ ഞാൻ അങ്ങനെ ഒരു ഒറ്റയടിക്ക് അങ്ങ് കത്തിപ്പോണം, കേറിപ്പോണം. അതിപ്പോ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടാണ്. എൻ്റെ ഇതിലൊരു എന്തെങ്കിലും ഒന്ന് സേഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാം രണ്ടും കൽപ്പിച്ച്. അതില്ല ഇപ്പം. ആ സേഫ് ആക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഇപ്പം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, എന്തും ചൂസ് ചെയ്യാമല്ലോ. ഫിനാൻഷ്യൽ ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര അല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ആയിരുന്നോ? അല്ലല്ല, ഞാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കരിയറിനെയും കൂടെ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. എൻ്റെ എല്ലാവരും സിനിമ ഒരു പ്രൈമറി ഓപ്ഷൻ ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതെ അതെ. അതിന് എത്രത്തോളം ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, എത്ര കാലം ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പം എൻ്റെ ഒരു നല്ലതാണ്, ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്യാം, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അത് അവരുടെ ധൈര്യമാണ്, ആ ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയത് ഘട്ടത്തിലാണ്. അതായത് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകണം, സിനിമ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം, അതോ ചെറുപ്പം മുതൽ ഇൻഡിപെൻഡൻ്റ് ആയി തന്നെ നിൽക്കണം, വളരണം എന്നൊക്കെ തോന്നിയ ഒരു ഘട്ടത്തിലെടുത്ത തീരുമാനമാണ്? ചിലർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ, ഓക്കെ ഇന്നിപ്പം അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യാം, നാളെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് പെൺകുട്ടികൾ കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് ചിലപ്പോൾ ഡിസിഷൻസ് എടുക്കാറുണ്ടല്ലോ. പക്ഷെ എനിക്കൊന്നിനും ശ്രീലക്ഷ്മിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണെന്ന് ഈ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം, വ്യക്തിപരമായ തീരുമാനങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുക്കാൻ ഫിനാൻഷ്യൽ ഫ്രീഡം വളരെ പ്രധാനമാണ് എന്ന് ചിന്തിച്ചുറപ്പിച്ച് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ട് തീരുമാനം എടുക്കാൻ ധൈര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ ഇങ്ങനെ ആലോചിച്ചിരിക്കും. ഒന്നുമില്ലെങ്കിൽ അവിടെ ഒരു ലോയൽ ആയിരിക്കേണ്ടി വരും നമ്മൾ പലർക്കും, ഫാമിലിയിലായാൽ പോലും. ആൻഡ് എൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ എനിക്ക് ഫ്രീഡം തന്നിട്ടുള്ളത് എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. അതെനിക്ക് ലക്ഷങ്ങൾ ഉണ്ടായിട്ടോ കോടികൾ ഉണ്ടായിട്ടോ അല്ല. ചിലപ്പം ബസ്സിന് പോകാനുള്ള ഒരു 10 രൂപ എൻ്റെ കയ്യിലുണ്ടാവാം. ആ ഫ്രീഡത്തിൽ നിന്നാണ് ഞാൻ പല സ്ഥലത്തേക്ക് പോയിട്ടുള്ളതായാലും എൻ്റെ ഡിസിഷൻസ് എടുത്തിട്ടുള്ളതായാലും ഇപ്പോൾ കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ വന്ന് നിൽക്കുന്നതായാലും അല്ലേ? അതെ. അപ്പം അതിൽ നമുക്ക് ആരെയും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ചായ കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കുടിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. മറ്റു നമ്മൾ ആലോചിക്കണ്ടേ, പാൽ ചായ കുടിച്ചാൽ 2 രൂപ അധികം കൊടുക്കണം എന്നുള്ളൊരു തോട്ട് നമുക്ക് വരില്ല. അവിടെ തന്നെ ഫ്രീഡം കട്ടായില്ലേ? അതെ. എൻ്റെ ആ ഡിസിഷൻസിന് ഫിനാൻഷ്യൽ ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്നുണ്ട്. പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്? പുതിയ പ്രൊജക്റ്റ് ഒന്നുമില്ല, ഇതുവരെ ഒന്നുമില്ല. ആൻഡ് ഹോപ്പ്ഫുള്ളി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു നടൻ്റെയോ അല്ലെങ്കിൽ നായികയുടെ കൂടെയോ, അത് മലയാളത്തിലെ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലെ അഭിനയിക്കണമെന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഭയങ്കര ആരാധനയോടെ കാണുന്ന ആരെങ്കിലും ഉണ്ടോ?
അദ്ദേഹത്തിന്റെ കൂടെയാണ് ഒരു സിനിമ പ്രതീക്ഷിക്കുന്നത്? ഞാൻ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഫാൻ ഗേളാണോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. ഞാൻ കണ്ടു ഫാൻ ഗേൾ മൊമെന്റ്. അതെ അതെ, അതിനെങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമാണ്. കാണാൻ പറ്റി. ഈ നവംബർ കണ്ടു, ഫോട്ടോയും എടുത്തു. അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. കാരണം അതൊരു പ്ലാൻഡ് ആക്ഷൻ ആയിരുന്നു. അത് ഹാപ്പിനെസ് ആണ്. ഇപ്പോഴും അത് ഹാപ്പിനെസ് ആണ്. മനസ്സിലായോ? അങ്ങനെ കാണാൻ പറ്റിയല്ലോ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ അഭിനയിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷവും. അപ്പൊ അത്തരം മൂവൽ എന്തെങ്കിലും നടത്തിയോ? അങ്ങനെ അവസരങ്ങൾ ചോദിക്കാറുണ്ടോ? കഴിഞ്ഞ ദിവസം വിജിഷ നീലേശ്വർ വന്ന് സംസാരിച്ച സമയത്ത് പറഞ്ഞു അവസരങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. ആദ്യമൊന്നും അവസരങ്ങൾ ചോദിക്കില്ലായിരുന്നു. നമുക്ക് പരിചയമുള്ളവർ ഒരു കഥാപാത്രം വരുമ്പോൾ നമ്മളെ ഓർക്കും, അപ്പൊ നമുക്ക് അവസരങ്ങൾ തരും എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവസരങ്ങൾ ചോദിക്കണമെന്ന്. ഇപ്പം ഞാൻ എല്ലാവർക്കും ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കും, അവസരങ്ങളുണ്ടോ, ഞാൻ ഇന്ന സിനിമയിലാണ് അഭിനയിച്ചതെന്ന് ചോദിക്കാറുണ്ട്. റിജക്ഷൻസ് ഉണ്ടാവാറുണ്ട്, ഞാനത് സ്വീകരിക്കാറുണ്ട് എന്നൊക്കെ ഭയങ്കര സരസമായി അവർ പറഞ്ഞു വെച്ചിരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവസരങ്ങൾ ചോദിക്കാൻ മടിയുണ്ടോ? അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അവസരങ്ങൾ ചോദിക്കാൻ നല്ല മടിയുണ്ട്. ആൻഡ് അവസരങ്ങൾ ചോദിച്ചിട്ടില്ല. രണ്ട് കാര്യം. എനിക്ക് ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ, കിട്ടിയതൊക്കെ ബോണസാണ്. എല്ലാം കിട്ടിയതൊക്കെ ബോണസാണെന്ന് കരുതുന്നു. ഞാൻ സിനിമയിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊന്നും വന്ന് അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നോ നടിയാവണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നും അങ്ങനെ ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ചിന്തിച്ചോന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഭയങ്കരമായിട്ടുള്ള അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എങ്ങനെയോ അങ്ങ് എത്തിപ്പെട്ടതാണ്. എൻ്റെ അതിൽ എനിക്കങ്ങനെ കഴിവുണ്ടെങ്കിൽ എത്തേണ്ട അടുത്ത് എത്തുമെന്നുള്ളൊരു ബോധ്യത്തിൽ നിൽക്കുകയാണ്. അതങ്ങനെ ചോദിച്ചിട്ട് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കാൻ അറിയുന്നത് ഭയങ്കര മടിയാണ്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചോദിച്ചാലേ എന്തെങ്കിലും കിട്ടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഇല്ലെങ്കിലോ. അല്ലാണ്ട് വരുന്നത് സ്വീകരിക്കും സന്തോഷത്തോടെ വരട്ടെ എന്നുള്ളതാണോ? അങ്ങനത്തെ അഹങ്കാരമൊന്നും അല്ല. ബട്ട് അല്ല, അത് അഹങ്കാരം നോക്കാം, നമുക്ക് സെൽഫ് കോൺഫിഡൻസ് എന്നും പറയാലോ. അങ്ങനെ കോൺഫിഡന്റ് ആണോന്ന് വെച്ചാൽ അതുമല്ല. ഓക്കെ, പക്ഷെ വരുമായിരിക്കും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടോന്ന് ചോദിച്ചാൽ അതും ഇല്ല. പക്ഷേ അങ്ങനെ കണക്റ്റഡ് ആയിട്ട് നമ്മൾ ചോദിച്ചിട്ട് വാങ്ങേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഡിമാൻഡ്സ് ഉണ്ടാവില്ലേ, അല്ലെ? ആ ഡിമാൻഡുമായിട്ട് നമ്മൾ ആപ്റ്റ് ആണെങ്കിൽ അതിലേക്ക് ഒരു സെലക്ഷൻ അവരുടെ തോട്ട് പോകേണ്ടതല്ലേ എന്നുള്ളൊരു തോട്ടാണ് എനിക്ക്. പക്ഷെ ഇത്രയും പേര് ട്രൈ ചെയ്യുന്ന ഒരു മേഖലയല്ലേ, അങ്ങനെ അവർക്ക് വേഗം നമ്മളെ ഓർമ്മ വരണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ നമ്മൾ അവസരം ചോദിക്കേണ്ടതില്ലേ? ചോദിക്കേണ്ടതുണ്ടാവണം. ഞാൻ ചോദിക്കാറില്ല, ചോദിച്ചിട്ടില്ല. ആൻഡ് അങ്ങനെ ഒരു ശരിക്കും സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ചോദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ശ്രീലക്ഷ്മി ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളാണ്. ബോൾഡ്നെസ് ഏത് തൂക്കത്തിലാണ് തൂക്കുന്നത്? നമുക്കൊരു ബോൾഡ്നെസ് ഉണ്ട്. ആളുകൾ പറയില്ല അവള് ഭയങ്കര ബോൾഡാണ്. നമുക്ക് നമ്മളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ലേ, നമ്മൾ ബോൾഡാണ്, നമ്മൾ വീക്കാണ്, നമ്മുടെ വീക്ക് പോയിന്റ്. ബോൾഡൊന്നും അല്ല, വീക്കും അല്ല. ഓക്കെ, അങ്ങനെ വീക്കും അല്ല. പക്ഷെ ഭയങ്കര ബോൾഡായിട്ട് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതും ഒന്നിനും ഉത്തരവില്ലാന്ന്. ഉത്തരവല്ല, അങ്ങനെ ഒരു ഉറപ്പിച്ച ഒരു മീറ്റർ പറയാൻ പറ്റില്ല, ഒരു ലെവൽ. ഭയങ്കര ബോൾഡായിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ എനിക്കെന്നും ഞാനേ ഉള്ളൂ എന്നുള്ള ബോധ്യമുണ്ട്. അത് ബോൾഡ്നെസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുമെങ്കിൽ. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനേ ഉള്ളൂ, എനിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ ഞാനേ ഉള്ളൂ എന്നുള്ളൊരു അത് തിരിച്ചറിവുണ്ട്. ആ ബോധ്യത്തിൽ അതാണോ ബോൾഡ്നെസ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതൊരു ബോൾഡ്നെസ് ആണല്ലോ. ഫിനാൻഷ്യൽ ഫ്രീഡവും നമ്മുടെ തീരുമാനവും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പരിധി വരെ ബോൾഡ് ആയില്ലേ? ഓക്കെ, ഐ അഗ്രി. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീലക്ഷ്മി മേലെടുത്തായിരുന്നു. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിച്ചതിന്. താങ്ക് യു സോ മച്ച്.